ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് മെഷീനിന് നമ്മൾ കറക്റ്റായിട്ട് നീഡിൽ ഇട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇതിനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നീഡിൽ ഇടുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇടാഞ്ഞത് എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ആയിരുന്നു, പനിയുമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നാളെ മുതൽ എന്തായാലും കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ പാർട്ട് നമ്മൾ അഴിക്കുക എന്നാണ്. അതല്ലെങ്കിൽ നമുക്ക് മെഷീന്റെ കൂടെ തന്നെ ഇതുപോലെ സ്ക്രൂ ഇങ്ങനെ അഴിച്ചു മാറ്റുന്നതിനുള്ള സാധനം കിട്ടും. അപ്പോൾ അത് വെച്ചാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് അഴിച്ചു മാറ്റാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കി കൈകൊണ്ട് അഴിക്കാം. ഇതിങ്ങനെ താഴേക്ക് നമുക്ക് ഊരാം. ചിലതിന്റെ നല്ല മുറുക്കായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കാം നന്നായിട്ട്. എൻ്റെ ഇത് ടൈറ്റ് ആണ്, കുറച്ച് നാളായി ഞാൻ ഊരിയിട്ട്, അതുകൊണ്ടാണ് ടൈറ്റായിട്ട് തോന്നുന്നത്. ഇതുപോലെ നമുക്ക് നീഡിൽ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ പാർട്ട് നമ്മൾ ബാക്കിലാക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? ഫ്ലാറ്റ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ബാക്കിലേക്ക് ആക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം അത് നമ്മൾ ബാക്കിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ നേരെ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, അവിടെ നമ്മൾ മേളിലേക്ക് ഇത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മേളിലേക്ക് വെക്കുമ്പോൾ മേളിൽ നമുക്ക് ടച്ച് ചെയ്യുന്നത് നന്നായിട്ട് അറിയാം. ചിലതിന് അല്പം മുറുക്കമുണ്ട്, അപ്പം നമ്മൾ കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് വേണം മേളിലേക്ക് പൊക്കാനായിട്ട്. എനിക്ക് അല്പം ടൈറ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് വേണം ഇത് മേളിലേക്ക് വെക്കാനായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ മേളിലേക്ക് പോകുമ്പോൾ ഇതുവഴി കണ്ടോ നീഡിൽ കാണുന്നത്, അവിടെ ഒരു മുത്ത് പോലൊരു പാർട്ടുണ്ട്, അതിലേക്ക് ടച്ച് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് കാണാം. മുത്ത് പോലുള്ള ഈ പാർട്ട് കണ്ടോ, അവിടേക്ക് നീഡിൽ ടച്ച് ചെയ്യുന്നത് കാണാം. കണ്ടോ, ഇത് അല്പം കട്ടി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറുക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ നീഡിലിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ചിലർക്ക് നീഡിൽ ഈ മുത്തൊക്കെ ചില മെഷീനിൽ, സാധാരണ മെഷീനിൽ മിക്കതൊക്കെ ഈ മുത്ത് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വന്നാൽ പഴയ മെഷീന് ഈ നീഡിൽ ഒരുപാട് അങ്ങ് മേളിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് വീഴില്ല. അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം ഇത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് മാത്രമല്ല സ്ക്രൂ കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത്ര ടൈറ്റ് ആയിട്ട് വരില്ല. കണ്ടോ, ഇത് കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് ഭാഗം നേരെ ബാക്കിലേക്ക് വരണം, അത്രയും മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഇത് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വീല് തിരിച്ചു നോക്കാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന്. നന്നായിട്ട് നമ്മൾ നീഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ താഴേന്ന് നമുക്ക് വലിക്കുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. കണ്ടോ, അപ്പം നമ്മൾ നന്നായിട്ട് നീഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴെ മുകളിലും നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ലെങ്ത്തിൽ ഇട്ട് കൊടുത്ത് നോക്കാം. ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ചെറുതും വലുതും നമ്മൾ രണ്ടും നന്നായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ നീഡിൽ ഇട്ടിരിക്കുന്നത് കറക്റ്റ് ആണെന്ന്. ഇപ്പോൾ സ്റ്റിച്ച് നന്നായിട്ട് വീഴാതിരിക്കുകയോ ലൂസായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്താൽ ടെൻഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ നീഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കണം. പിന്നെ ചില നീഡിലിന് തുമ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി കൊടുക്കണം. അത് മാത്രമല്ല, ചിലത് താഴെ മുട്ടാതെ വരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നന്നായിട്ട് സ്റ്റിച്ച് വീഴുന്നില്ല എന്ന് തോന്നിയാൽ ചില നീഡിൽ അത്ര ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ നന്നായിട്ട് ചിലപ്പോൾ സ്റ്റിച്ച് വീഴുന്നില്ലെന്നിരിക്കും. എനിക്കൊരു നീഡിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അത് ത്രെഡ് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നീഡിൽ ഞാൻ അത് മാറ്റി കമ്പനി നീഡിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നന്നായിട്ട് തയ്ക്കാനും പറ്റി. അതിനുശേഷം എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ തീരെ കുറഞ്ഞത് മേടിക്കാതെ കുറച്ച് നല്ല വില കൂടിയ നീഡിൽ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നാളെ മുതൽ നമ്മൾ നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കൂട്ടുകാരെ. താങ്ക് യു. ബൈ ബൈ.